ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് തരം പുഡിങ്ങാണ്. രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. വെറൈറ്റി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് പൈനാപ്പിൾ ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. അപ്പോൾ ഇത് ചൈന ഗ്രാസ് ഒന്നും ചേർക്കാത്ത പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ തികച്ചും ക്രീമി ടെക്സ്ചറാണ് ഈ ഒരു പുഡിങ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത പൈനാപ്പിളാണ് വേണ്ടത്. അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയൊക്കെ മതിയാകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത ശേഷം 1.5 കപ്പ് എടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 1.5 കപ്പോളം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ഈ ഒരു പൈനാപ്പിൾ വേകുമ്പോൾ വെള്ളം ഇറങ്ങി വരും. അതുപോലെ ഈ ഒരു പഞ്ചസാര മെൽട്ടായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഇത് നന്നായിട്ട് ഈ ഒരു പഞ്ചസാരയിൽ തന്നെ വേവിച്ചെടുക്കണം. ഒന്ന് വെന്ത് ഉടയുന്ന വരെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ നിന്നും വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ ഈ ഒരു വെള്ളമൊക്കെ കുറച്ച് വറ്റും. ഇപ്പോൾ പൈനാപ്പിൾ പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്ത് ഉടയുന്ന പരുവത്തിൽ തന്നെ പൈനാപ്പിൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിലുള്ള വെള്ളവും വറ്റിയിട്ടുണ്ട്. അങ്ങനെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കണമെന്നില്ല. ഒരു പൊടിക്ക് വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതിൽ അത്ര വെള്ളമൊന്നുമില്ല. എന്നാലും ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലോട്ട് 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ. 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു ബട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എഗ് ബീറ്റർ ഇല്ലെങ്കിൽ എന്തെങ്കിലും വിസ്ക് വെച്ചിട്ടൊക്കെ ജസ്റ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇലക്ട്രിക് എഗ് ബീറ്റർ തന്നെ വേണമെന്നില്ല. ഉണ്ടെങ്കിൽ ഇതിൽ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു പഞ്ചസാര പൊടിച്ച് വെച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും ഈ ഒരു പഞ്ചസാരയും ബട്ടറും കൂടെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ മൊത്തം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ 1 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml ഈ ഒരു പാക്കറ്റ് ഫുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് നമുക്ക് തിക്കായി കിട്ടുന്നുണ്ട്. അങ്ങനെ വിപ്പിംഗ് ക്രീം പോലെ കേക്കിനൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ അത്രയും തിക്കല്ല, ചെറുതായിട്ട് തിക്കായി കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം മതി. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഒരു ക്രീമി പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഒരുപാട് നേരം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഒരു തവി വെച്ചിട്ട് ഒരു സ്പാച്ചില എന്തെങ്കിലും വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട. ഒരു 3 ടേബിൾ സ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പൈനാപ്പിളും ബട്ടറും ഫ്രഷ് ക്രീമും കൂടെ എല്ലാം കൂടെ ചേർന്ന് ഒരു വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ മൊത്തത്തിൽ. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ വെള്ളമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറ്റി വെക്കുക. വെള്ളത്തോടെ ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു ക്രീം നല്ലോണം ലൂസായി പോകും. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒരു ലെയർ കൊടുക്കാനുണ്ട്. പിന്നെ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ട്രേയിലോട്ട് മാരി ബിസ്ക്കറ്റ് ഒന്ന് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ പാല് വേണം അതിന്. ചെറുതായിട്ട് തിളപ്പിച്ച ചെറിയൊരു ചൂടുള്ള പാലാണിത്. അപ്പോൾ ഈ ഒരു പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് ഒന്ന് നിരത്തി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാലിലോട്ട് ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ എടുത്തിട്ട് ഈ ഒരു ട്രേയിലോട്ട് നിരത്തി കൊടുക്കുക. ഒരുപാട് നേരം പാലിലിട്ട് കൊടുക്കരുത്. അപ്പോൾ നല്ലോണം അത് അലിഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക, അപ്പം തന്നെ എടുക്കുക. ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ പാല് ചെറിയ ചൂടുള്ള പാല് മാത്രം മതി. ഒരുപാട് ചൂടുള്ള പാല് എടുക്കരുത്.
അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ഒരു ലെയർ മാത്രം കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലാക്കി എടുത്താൽ മതി, 2 ലെയർ കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഗ്യാപ്പുള്ളത് എടുത്തൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഫുള്ളായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു പൈനാപ്പിൾ മിക്സ്, പൈനാപ്പിളും ഫ്രഷ് ക്രീമും ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഫുള്ള് കവറാകുന്ന രീതിയിൽ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ച ഈ ഒരളവിൽ ഇതുപോലുള്ള ട്രേയിൽ ഒരു ട്രേ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ബാലൻസ് ഒന്നും വന്നിട്ടില്ല, മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലും ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി പൈനാപ്പിൾ വേവിച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ കുക്കിംഗ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ചൊന്ന് തണുത്ത് സെറ്റായിട്ട് കിട്ടും. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ചേർത്ത ബിസ്ക്കറ്റോട് കൂടിയിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പുഡിങ് പോലെ അങ്ങനെ മുറിച്ചെടുക്കുന്ന സംഭവമല്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് കാഷ്യൂ പുഡിങ്ങാണ്. കാഷ്യൂ വെച്ചിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് കാഷ്യൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ജെലറ്റിൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 ടേബിൾ സ്പൂണ് ജെലറ്റിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൈന ഗ്രാസ് വെച്ചിട്ടും ചെയ്യാം. ചൈന ഗ്രാസ് ആണെങ്കിൽ 8 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജെലറ്റിന് പകരം എത്ര ചൈന ഗ്രാസ് എടുക്കണം, അതുപോലെ ചൈന ഗ്രാസിന് പകരം എത്ര ജെലറ്റിൻ എടുക്കണം, ആ ഒരു രീതിയിലുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, വേണമെങ്കിൽ കണ്ടോളൂ. പിന്നെ നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു 10 മിനിറ്റോളം കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കാഷ്യൂ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നെയ്യൊന്നും ചേർക്കാതെ പാനിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് അരക്കാൻ പാകത്തിന് പാല് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരക്കാൻ പാകത്തിനുള്ള പാലാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് വേണ്ടത് 2 കപ്പ് പാല്, 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ അതിൽ നിന്നും 1/4 കപ്പ് പാലെടുത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള പാൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 ലിറ്റർ പാലിൽ നിന്നും 1/4 കപ്പ് പാൽ നമ്മൾ അരക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 1.25 കപ്പ് പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള മധുരമാണ്. പിന്നീട് നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിള വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ജെലറ്റിൻ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ഈ ഒരു ജെലറ്റിൻ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈ ഒരു കാഷ്യൂ പേസ്റ്റിലോട്ട് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ്. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് 1/2 ടിന്നോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ഈ ഒരു പാല്, ജെലറ്റിനും കൂടെ ചേർത്ത് തിളപ്പിച്ച് വെച്ച ഈ ഒരു പാലും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ചൈന ഗ്രാസ് ആണെങ്കിലും മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പാല് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി, നമ്മൾ നേരത്തെ ബട്ടർ പുഡിങ്ങിലോട്ട് ചെയ്ത പോലെ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്, എല്ലാം പാകത്തിനായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 മണിക്കൂറോളം താഴത്തെ തട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇത്.
അപ്പോൾ ഈ ഒരു ട്രെയിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ അണ്ടിപ്പരിപ്പ് കാരമൽ ചെയ്തത് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. സെറ്റാവാനായിട്ട് 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഈ ഒരു പുഡിങ്ങും. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്